ഇന്ന് നമ്മൾ സാധാരണ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ലൈനിങ്ങിൻ്റെ തുണിയും ഉള്ളിൽ ഫോം ഷീറ്റും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 അരികു ഭാഗവും അതുപോലെ ഉൾഭാഗത്തോട്ടാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് റെഡിയാക്കിയതാണിത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളം വീതി എത്രയാണെന്നുള്ളത് ഞാനിതിൽ കാണിക്കാം. ഇനി നമ്മൾ സിബാണ് എടുത്തിട്ടുള്ളത്. അതിൽ റണ്ണറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തുണിയുടെ ഒരു സൈഡിലേക്കുള്ള അരികു ഭാഗത്തേക്കായിട്ട് സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടിൻ്റെ അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികിലൂടെയായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് ആ ഒരു തുണിയുടെ അടുത്തൊരു അരികു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് അരികിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗത്തും നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് സിബിൽ നിന്ന് റണ്ണർ ഒന്ന് ഊരിയെടുത്തിട്ട് ഈ ഒരു തുണി ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി സിബ് വെച്ച അടുത്തൊരു ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയുടെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും തുണി ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. ഇനി നമുക്കിതിലേക്കായിട്ട് റണ്ണർ ഇട്ട് കൊടുക്കാം. റണ്ണർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് ഊരിയെടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റണ്ണർ സെൻറ്റർ ഭാഗത്തായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വീണ്ടും ഫ്രണ്ടിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തുണി ഇരിക്കുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ സിബിൻ്റെ ഭാഗം സെൻറ്ററിലായിട്ടാണ് ഉള്ളത്. ഇനി നമ്മളൊരു സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് സിബ് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളത്തിലും വീതിയിലും. അത് നമ്മൾ കോർണർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 കോർണർ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ 4 സൈഡൊന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മളിവിടെ 2 ചെറിയ പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. അതിതാ 2 സൈഡ് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്കൊരു കവറിങ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ഒരു പൈപ്പിംഗ് പോലെ. നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കോർണർ ഭാഗത്തു നിന്നായിട്ടുള്ള തുണി ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു സൈഡ് ചെയ്തു. ഇതേ രീതിക്ക് തന്നെ 4 കോർണർ ഭാഗത്തും നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് 4 കോർണർ ഭാഗങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 4 ഭാഗങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എത്ര എളുപ്പത്തിലല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പൗച്ച് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പൗച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.